ചങ്ങാതി കുത്തുബിയത്ത് തുടങ്ങുന്നത് അവിടുന്നല്ല പൊട്ടാ, ഇവിടെ കസീദയാണ് അവിടുന്ന് തുടങ്ങുന്നത് പൊട്ടാ. വല്ലാത്ത പൊട്ടതല്ല പൊട്ടാ നിന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗഷാദ് കുരുവട്ടൂരി ആയതിനു ശേഷമാണോ മണ്ടനായത്, മണ്ടനായതിനു ശേഷം കുരുവട്ടൂരി ആയതാണോ എന്ന സംശയത്തിലാണിപ്പോൾ ഞാനുള്ളത്. ചുവലി അബ്ദുള്ള മൗലവിയെ രക്ഷപ്പെടുത്താനാണ് നിയലി നൗഷാദ് മൗലവി കുരുവട്ടൂരി എടപ്പാളൂരിയിടൽ നടത്തിയിട്ടുള്ളത്. ചുവലി അബ്ദുള്ള മൗലവി ഖുതുബിയത്ത് നടത്തുന്ന പള്ളികളെല്ലാം അമ്പലങ്ങളാണ്, ഇമാമിങ്ങളെല്ലാം മുശ്രിക്കുകളാണ്, സ്വാമിമാരാണെന്ന ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ആ പ്രസ്താവന കേരളത്തിൽ വിവാദമായതോടുകൂടി സ്വന്തം സംഘടനയിലുള്ളവർ പോലും തള്ളിപ്പറയുന്ന ഗതികെട്ട അവസ്ഥയിലെത്തി. സുന്നി സംഘടനകളെല്ലാം അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ നിയലി നൗഷാദ് മൗലവിയുടെ നേതൃത്വത്തിൽ കോമാട്ട് ജാലിൽ അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരം എടപ്പാളിൽ വെച്ച് ചുവലി അബ്ദുള്ള മൗലവിയെ രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. ചുവലി അബ്ദുള്ള മൗലവി സുന്നികളെ മുശ്രിക്കാക്കിയത് പേരോട് ഉസ്താദ് ചോദ്യം ചെയ്തതിൽ ക്ഷുഭിതനാവുന്നുണ്ട് നൗഷാദ് കുരുവട്ടൂരി. ചുവലി അബ്ദുള്ള മൗലവി ആവട്ടെ സ്വന്തം സംഘടന പോലും തള്ളിപ്പറയാൻ തുടങ്ങിയപ്പോൾ തന്റെ പ്രസ്താവന പിൻവലിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ട്. ആദ്യം നമുക്കതൊന്ന് കേൾക്കാം. അതുകൊണ്ട് തന്നെ ഇറാനിയൻ ഷിയത്ത് കേരളത്തിൽ വരാതെ സംരക്ഷിച്ചത് സമസ്തയാണ്. സമസ്തന്റെ പണ്ഡിതന്മാരുടെ ദുരിതദൃഷ്ടിയാണ്, പൂർവികന്മാരുടെ. സമസ്തയെ ഞാൻ ഒരിക്കലും ശിർക്കിന്റെയോ മുശ്രിക്കിന്റെയോ മുശ്രിക്കിന്റെയോ കാഫിറിന്റെയോ പട്ടികയിൽ ഞാൻ പെടുത്തൂല വാക്പർ. കാരണം എനിക്കറിയുന്ന പല പണ്ഡിതന്മാരും പ്യൂർ മുവഹിദുകൾ സമസ്തയിലൂടെ എനിക്കറിയുന്ന. എന്ത് നല്ല മനുഷ്യൻ! ഇങ്ങനെയുള്ള ആള് ഖുതുബിയത്ത് ചൊല്ലുന്ന പള്ളികൾ അമ്പലങ്ങളാണെന്ന് പറയോ, അവിടുത്തെ ഇമാമുമാർ സ്വാമിമാരാണെന്ന് പറയോ? കിട്ടേണ്ടത് കിട്ടിയപ്പോ പറയേണ്ടത് പറഞ്ഞു. ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന ഷിയ നേതാവിലൂടെയാണ് വഹാബിസം കേരളത്തിലേക്ക് വന്നത്. ഷിയാക്കളുടെ നേതാവിനെ നേതാവായി അംഗീകരിക്കുന്ന, അവന്റെ ജൽപ്പനങ്ങൾക്ക് കാതോർക്കുന്ന, അവന്റെ ജൽപ്പനങ്ങളെ അനുസരിക്കുന്ന ഷിയ വഹാബിസമാണ്. മുസ്ലിമീങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു നിങ്ങൾ ഷിയാക്കളാണെന്ന്. എന്നാൽ ഇപ്പോൾ ചുവലി അബ്ദുള്ള മൗലവി തലക്കടിയേറ്റപ്പോൾ ബോധം പോയവന് ബോധം തിരിച്ചു കിട്ടിയതുപോലെ പറയുകയാണ്, സമസ്തക്കാർ ഷിയാക്കളല്ല, ഷിയാക്കളായ വഹാബികളുടെ ഷെറിൽ നിന്ന് കേരളത്തെ സംരക്ഷിച്ചു നിർത്തിയത് സമസ്തക്കാരാണ്. അവർ മുശ്രിക്കുകളാണെന്ന് പറയരുത്, അവർ മുനാഫിക്കുകളാണെന്ന് പറയരുത്. ഞാനങ്ങനെ പറയൂല എന്നാണ് ഇപ്പോൾ പറയുന്നത്. സുന്നികൾ കൊടുക്കേണ്ടത് കൊടുത്തപ്പോൾ മൗലവിക്ക് കിട്ടേണ്ടത് കിട്ടി. ഈ മൗലവിയെ രക്ഷപ്പെടുത്താനാണ് നൗഷാദ് കുരുവട്ടൂരി എടപ്പാളിൽ ഗീർവാണ പ്രസംഗം നടത്തി എലിപ്പെട്ടിയിൽ കുടുങ്ങിയതുപോലെ കുടുങ്ങിയത്. അത് കാണിക്കാനാണ് ഇനി പോകുന്നത്. നിങ്ങൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നൗഷാദിന്റെ എടപ്പാളൂരിയിടൽ കേൾക്കാം. പറയാണ് ഇതിന്റെ ആദ്യം എടുക്കുക. അതിന്റെ ആദ്യത്തിലുണ്ടല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ആ ദുആ, അതാണ് ഇയാൾ ആദ്യം ചുവലിനോട് പറയുന്നത്. അതിലെവിടെ വിളി, അതിലെവിടെ ശിർക്ക്? എന്നാൽ ഈ ദുആ ഖുതുബിയത്തിൽപ്പെട്ടതാണോ? ഈ ദുആ ഖുതുബിയത്തിൽപ്പെട്ടതാണോ പരിശോധിക്കുക. ചുവലിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിയലി നൗഷാദ് മൗലവി ശ്രമിക്കുന്നതാണ് നാം ഇപ്പോൾ കേൾക്കുന്നത്. ഖുതുബിയത്തിലെ ആദ്യത്തെ ദുആ ഖുതുബിയത്തിൽ പെട്ടതല്ല എന്നാണ് നിയലി നൗഷാദ് മൗലവി കുരുവട്ടൂരി പറയുന്നത്. അതിന് തെളിവും അയാൾ കൊണ്ടുവരുന്നുണ്ട്. ആ തെളിവ് നമുക്കൊന്ന് കേട്ടു നോക്കാം. സദഖത്തുല്ലാഹിൽ ഖാഹിരിയയുടെ ഖുതുബിയത്തിന്റെ ആദ്യം ഖൗലുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി ഹംദൻ ദായിമൻ അബദാ വശുക്റു ശുക്റൻ അസീസൻ വാസിബൻ റഗദാ. ഈ വരി മുതലാണ് സദഖത്തുല്ലാഹിൽ ഖാഹിരി രചിച്ച തെളിവെന്ന് പറഞ്ഞു കൊണ്ടുവന്നത് ബാവോസ്താദിന്റെ കിതാബാണ്. ബാവോസ്താദിന്റെ കിതാബിൽ ഇല്ലാത്ത പച്ചക്കള്ളം ബാവോസ്താദിന്റെ പേരിലും കിതാബിന്റെ പേരിലും പറയുകയാണ്. എന്താണ് അവൻ കിതാബിലുള്ളത് വായിച്ചത്? അവ്വലു
ഹാദിഹിൽ ഖസീദ എന്താണ് അവൻ അർത്ഥം വെച്ചത്? സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി രചിച്ച ഖുതുബിയത്തിന്റെ ആദ്യം തുടങ്ങുന്നത് ഈ വരികൾ കൊണ്ടാണെന്ന്. അങ്ങനെ ബാവസ്ഥാദിന്റെ കിതാബിലുണ്ടോ? ഇല്ല. ബാവസ്ഥാദ് എന്താ പറഞ്ഞത്? സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി രചിച്ച ഖസീദ തുടങ്ങുന്നത് അഥവാ കവിത തുടങ്ങുന്നത് ഈ വരികൾ കൊണ്ടാണെന്നാണ് ബാവസ്ഥാദ് പറഞ്ഞത്. സ്വദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ പേരിലും ബാവസ്ഥാദിന്റെ പേരിലും പച്ച നുണ പറയുകയാണ് ഈ ചങ്ങാതി. സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി ഖുതുബിയത്ത് രചിച്ചിട്ടുണ്ടോ? ഇല്ല. മഹാനവർകൾ രചിച്ചതെന്താണ്? ഖുതുബിയത്തിൽ നാമൊക്കെ ഓതുന്ന ഖസീദയാണ് രചിച്ചിട്ടുള്ളത്. ആ ഖസീദയുടെ തുടക്കമാണ് അവൻ പാടിയിട്ട് പറയുന്നത് ഖുതുബിയത്തിന്റെ തുടക്കം അതാണെന്ന്. ബാക്കി പറയട്ടെ. അപ്പൊ ഈ ദുആവോ وأما مقدمتها المعتاد قراءتها في ديارنا المليبارية നമ്മുടെ മലബാർ പോലെയുള്ള സ്ഥലങ്ങളിൽ അതിന്റെ തുടക്കത്തിൽ കാണുന്ന ദുആ ബിഖൗലിഹി ഇലാ ഹദറത്തി ഷഫീഇന തുടങ്ങിയ ആ ദുആ ഫലൈസത്ത് ലി സ്വാഹിബിൽ ഖസീദ അത് ഖുതുബിയത്തിന്റെ സ്വാഹിബായ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി ഉണ്ടായി. ഞാൻ ആദ്യം കരുതിയത് നാക്കിൽ പിഴവായിരിക്കുമെന്നാണ്. നാക്കിൽ പിഴവ് കുരുവട്ടൂരിൽ നിയലി നൗഷാദ് മൗലവിക്ക് വരാൻ പാടില്ല. കാരണം ഞങ്ങൾ മൈക്കകൾ മാത്രമാണ്. ഞങ്ങൾ ഇരിക്കുന്ന ഹദറത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശത്തിനനുസരിച്ച് പറയുന്നവരാണ്. തോന്നിയത് പറയുന്നതല്ല. നിങ്ങളെപ്പോലെ മൈക്കയിലൂടെ കോമാട്ടുകാരൻ അബ്ദുള്ള പറയുന്നത് മാത്രല്ലേ പുറത്തു വരാൻ പാടുള്ളൂ. ഏതായാലും അത് നാക്കിപ്പിഴയാണെന്ന് ഞാൻ സമാധാനിച്ചു. പക്ഷെ അല്ല എന്നാണ് അവൻ തന്നെ ബോധ്യപ്പെടുത്തുന്നത്. വീണ്ടും പറയുന്നത് എന്താണ്? ഖുതുബിയത്തിന്റെ സ്വാഹിബ് സ്വദഖത്തുല്ലാഹിൽ ഖാഹിരിയാണെന്ന്. യഥാർത്ഥത്തിൽ ഖുതുബിയത്തിന്റെ സ്വാഹിബ് സ്വദഖത്തുല്ലാഹിൽ ഖാഹിരിയാണോ? അല്ല. ഖുതുബിയത്തിലെ ഖസീദയുടെ സ്വാഹിബാണ് സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി. അപ്പൊ നാക്കിപ്പേവല്ല, ഷെയ്ഖിന്റെ വിവരക്കേട് അപ്പടി എടുത്തു പറഞ്ഞതാണ്. അപ്പൊ ഖുതുബിയത്ത് വിശദീകരിക്കാൻ വേണ്ടി ആദ്യം ദുആയിൽ അള്ളഹാനോട് മാത്രാന്ന് പറഞ്ഞു. ആ ദുആ ഖസീദത്തുൽ ഖുതുബിയത്തിൽ പെട്ടതല്ല എന്ന് ബാവുസ്താവ് നിങ്ങൾ തന്നെ മുഷാവറങ്ങിയിരുന്നല്ലോ മുമ്പിൽ. അതൊക്കെ ഞങ്ങൾ തന്നെ. പക്ഷേ നിന്നെ പോലെ വിവരക്കേട് ബാവസ്ഥാദ് പറഞ്ഞതായി നീ പച്ച നുണ പറയുകയാണ്. ബാവസ്ഥാദ് പറഞ്ഞത് സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി രചിച്ച ഖസീദയിൽപ്പെട്ടതല്ല ആദ്യത്തെ ദുആ എന്നാണ്. നീ പറയുന്നതോ ഖുതുബിയത്തിൽപ്പെട്ടതല്ല എന്ന് ബാവസ്ഥാദ് പറഞ്ഞിട്ടുണ്ട് എന്നുമാണ്. നിനക്ക് ഖുതുബിയത്തും തിരിഞ്ഞിട്ടില്ല, ഖസീദയും തിരിഞ്ഞിട്ടില്ല. തിരിഞ്ഞിട്ടില്ല എന്നുള്ളതും തിരിഞ്ഞിട്ടില്ല. അതാണ് കുഴപ്പം. പേരോസ്താദ് പറഞ്ഞത് വളരെയേറെ ശ്രദ്ധിക്കണം. ഇനി അടുത്ത ഖുതുബിയത്ത് വിശദീകരിക്കണം കേട്ടോളൂ. അടുത്ത് അദ്ദേഹം പാടുന്നുണ്ട്. മറ്റേ ഒന്ന് ഇരുന്ന് ആലോചിക്കണം. അതിനറിയോ, ഞാൻ ആദ്യം ഇവിടെ ചൊല്ലിയ പദ്യയില്ലേ, ഖുതുബിയത്തിന്റെ മുമ്പിൽ ചൊല്ലുന്ന പദ്യാണ്. ഇൻ അബ്തഗത് ഗാറത്തുൽ അർഹാമി വബ്തഅദത് അന്നാ ഫഅസ്റഉ ശൈഇൻ ഗാറത്തുല്ലാഹി എന്ന് തുടങ്ങുന്ന ആ പദ്യം. അത് പൂർണ്ണമായി നിങ്ങൾക്ക് വേണമെങ്കിൽ മഹ്ലറത്തുൽ ഖാദിരിയ എന്ന് പറഞ്ഞിട്ട് അവിടെ കീഴക്കരയിൽ ഒരു വലിയ സ്ഥാപനം ഉണ്ട്. അതിന്റെ ചുമരിന്റെ മുകളിൽ എഴുതിയ പറഞ്ഞത് ഖുതുബിയത്തിന്റെ മുമ്പിൽ ചൊല്ലുന്ന പദ്യമാണ്. അതിന് നൗഷാദ് നിയലി നൗഷാദ് മൗലവി കുരുവട്ടൂരി പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഒന്നാമത്തെ ദുആയിൽ അത് ഖസീദത്തുൽ ഖുതുബിയത്തല്ല. കേട്ടില്ലേ? വാക്ക് മാറി ചങ്ങാതി. നേരത്തെ പറഞ്ഞെന്താണ്? ആദ്യത്തെ ദുആ ഖുതുബിയത്തിൽപ്പെട്ടതല്ല എന്ന് ബാവസ്ഥാദ് പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ എന്താ പറഞ്ഞത്? ഖസീദയിൽപ്പെട്ടതല്ല, ഖസീദയിൽപ്പെട്ടതാണെന്ന് പേരോടുസ്താദ് പറഞ്ഞിരുന്നോ? പിന്നെന്തിനാ ഇവൻ ഇത് പറഞ്ഞത്? ഇവൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാണ്. രണ്ടാമത്തെ ഏതാ അയാൾ ചൊല്ലിയത്? ഈ ബൈത്തിനെ കുറിച്ച് ബാവസ്ഥാദ് പറയാണ്. ബാവസ്ഥാദ് പറയാണ്. ബാവസ്ഥാദ് എന്താ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ ബൈത്ത് കൊണ്ടാണ് അതാ ഖബല ശുറൂഇ ഫിൽ ഖസീദത്തിൽ ഖുതുബിയ്യ, ഖുതുബിയത്തിൽ കടക്കുന്നതിന് മുമ്പ് ഈ ബൈത്ത് കൊണ്ടാ. ബാവസ്ഥാദ് എന്താ പറഞ്ഞതെന്ന് ഇവൻ പറഞ്ഞു കേട്ടല്ലോ. ഈ ബൈത്ത് കൊണ്ടാണ് ഖുതുബിയത്ത് തുടങ്ങുക എന്ന് ബാവസ്ഥാദ് പറഞ്ഞു അല്ലേ? ഇനി ഇവൻ പറയുന്നത് കേട്ടോ. ഈ രണ്ട് ബൈത്തും ഖുതുബിയത്തിൽ പെട്ടതല്ല എന്നൊക്കെ പറയുന്നത് കേട്ടാ വിചാരിക്കൂ ഓർക്ക് അതിന്റെ അർത്ഥമൊക്കെ വളരെ കറക്റ്റായിട്ട് അറിയാം. ഒരു ചുക്കു അറിഞ്ഞൂടെ ചങ്ങാതിക്ക്.
ഈ ചങ്ങാതി അർത്ഥം വെച്ചെന്താ? കുത്തുബിയത്തിൽ പെട്ടതല്ല. കുത്തുബിയത്തിൽ പെട്ടതല്ല എന്നാണോ അതിന്റെ അർത്ഥം? സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി രചിച്ച കവിതയിൽ പെട്ടതല്ല മുഹീദ്ദീൻ ഷെയ്ഖ് പാടിയ ബൈത്ത് എന്നാണ് ബാവുസ്താദ് പറഞ്ഞത്. ഇവൻ പറഞ്ഞതോ കുത്തുബിയത്തിൽ പെട്ടതല്ല. അങ്ങനെ ബാവുസ്താദ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വിവരം കെട്ടുപോയത് കൊണ്ടോ കള്ളനായതുകൊണ്ടോ എന്താണെന്നറിയില്ല, പച്ച നുണ അടിച്ചു വിടുകയാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങള് പാടിയത് പിൽക്കാലത്ത് ഒരു മഹാൻ ഇതിൽ കൂട്ടിച്ചേർത്തത്. ഏത് മഹാൻ കൂട്ടിച്ചേർത്തതാ? ആ മഹാന്റെ പേരെന്താ പറയാത്ത? അറിയാഞ്ഞിട്ടാണോ? അതല്ല മനഃപൂർവ്വം പറയാഞ്ഞിട്ടാണോ? അറിയാഞ്ഞിട്ടാണെന്നാണ് എനിക്ക്. യഥാർത്ഥത്തിൽ ഈ ചങ്ങാതിക്ക് കുത്തുബിയത്ത് എന്താണെന്നറിയില്ല, ഖസീദത്തുൽ കുത്തുബിയ എന്താണെന്നറിയില്ല, കുത്തുബിയത്ത് ആരാ രചിച്ചതെന്നും അറിയില്ല കേട്ടോ. അതാ സംഭവം. യഥാർത്ഥത്തിൽ കുത്തുബിയത്ത് രചിച്ചത് ആരാണ്? സ്വദഖത്തുല്ലാഹിൽ ഖാഹിരിയാണോ? അല്ല, മഹാൻ രചിച്ചത് ഖസീദത്തുൽ കുത്തുബിയത്താണ്. ഈ ഖസീദത്തുൽ കുത്തുബിയത്തും മുഹീദ്ദീൻ ഷെയ്ഖ് പാടിയ ബൈത്തും ആദ്യവും അവസാനവുമുള്ള ദുആയും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് കുത്തുബിയത്ത് രചിച്ചതാരാണ്? അത് മഹാനായ പൊന്നാനിയിലുള്ള ഇബ്രാഹിം മുസ്ലിയാരാണ്. ഈ ചങ്ങാതി വഹാബികളുടെ പ്രസംഗം കേട്ട്, വഹാബികൾക്കറിയില്ല ആരാണ് കുത്തുബിയത്ത് ഉണ്ടാക്കിയത്. വഹാബികൾ എന്തോ കേട്ടു, ഏതോ കേട്ടു, അത് വിളിച്ചു പറയുകയാണ്. അത് കേട്ട് നൗഷാദും പറഞ്ഞു സ്വദഖത്തുല്ലാഹിൽ ഖാഹിരിയാണ് കുത്തുബിയത്ത് രചിച്ചത്. എന്നാൽ വഹാബികൾക്ക് വിടുവേല ചെയ്യുന്ന നൗഷാദ് നിയലി മൗലവിയും വിഡ്ഢിത്തമാണ്. അവർക്കാരാണ് കുത്തുബിയത്ത് രചിച്ചത് എന്ന് ഈ കാലം വരെ അറിയില്ല. ഇനിയെങ്കിലും രണ്ട് മൗലവിമാരും പഠിച്ചോ, പൊന്നാനിയിലുള്ള ഇബ്രാഹിം മുസ്ലിയാരാണ് കുത്തുബിയത്ത് രചിച്ചത്. ഇതൊന്നും അറിയാതെയാണ് ഈ ചങ്ങാതി പേരോട് ഉസ്താദിനെ വെല്ലുവിളിക്കാൻ നടക്കുന്നത്, പേരോട് ഉസ്താദിനെ തിരുത്തിക്കാൻ നടക്കുന്നത്. കുത്തുബിയത്ത് വിശദീകരിക്കുമ്പോ മർമ്മം വിശദീകരിക്കണം. കല്യാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാ? നിക്കാഹാണ്. കല്യാണം ഉഷാറായി, പന്തലിട്ടു, എല്ലാരും വന്നു, ചോറൊക്കെ കൊടുത്തു, നല്ല ബിരിയാണി തന്നെ കൊടുത്തു, ഒക്കെ റെഡി. നിക്കാഹ് നിനക്ക് നിക്കാഹ് എന്താണ്, വധു ആരാണ്, വരനാരാണ് എന്നൊന്നും തിരിഞ്ഞിട്ടില്ല. ബിരിയാണി മാത്രമേ തിരിഞ്ഞിട്ടുള്ളൂ. ഇയാൾ ചുഴലിക്ക് കുത്തുബിയത്ത് പഠിപ്പിക്കുക. അതിൽ ആദ്യത്തെ ദുആ അത് മഹാണ്ടാക്കിയതല്ല. പിന്നെ പറഞ്ഞു ഇന്ന പുസ്തകത്ത് ഹൗസുല്ലാലവിന്റെ വയത്ത് പിന്നെ അതിൽ ചേർത്ത് കൊടുത്തതാണ്. കുത്തുബിയത്തിൽ അതുമില്ല. ഇനി ലാസ്റ്റ് ദുആയിലേക്കാ പിന്നെ പോകണ്ടേ, അതിന്റെ ഇടയിൽ പറയണ്ടല്ലോ മുപ്പത് വിട്ട്. നൗഷാദ് പേരോട് ഉസ്താദിന് കുത്തുബിയത്ത് ഒന്നുകൂടി പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. എല്ലാരും ശ്രദ്ധയോടുകൂടി പേരോട് ഉസ്താദ് പറയുന്നത് കേൾക്കണം, നൗഷാദ് പറയുന്നതും കേൾക്കണേ. നോക്ക്, കുത്തുബിയത്ത് വിശദീകരണം അവസാനത്തിലേക്ക് ആവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഖുതുബിയത്തിലെ ആദ്യത്തെ ദുആ. ഇനി അവസാനത്തെ ദുആ നോക്ക് നിങ്ങൾ. ഖുതുബിയത്ത് എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്, കുഫ്റാണ് എന്നാണ് ഈ പാവം മനസ്സിലാക്കിയിട്ടുള്ളത്. അവരെ പിന്തുടരുന്ന അനുയായികളും മനസ്സിലാക്കിയത്. ഇനി നിങ്ങൾ നോക്കൂ, അതിന്റെ പേരിലാണ് പള്ളി അമ്പലമാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഇനി ഇതിലുള്ള ബാക്കി തീർത്തുമ്പോ പറഞ്ഞാൽ ഇത് തന്നെ പറയാനുള്ളൂ. ഈ ഖുതുബിയത്തിന് അർത്ഥം വെക്കുകയാണെങ്കിൽ കുറെ സമയം അതോരടിയും. ഇനി ഇതിൽ നിങ്ങൾ നോക്ക്, അള്ളാഹിനോട് പറയാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. ആർക്കും ഒരു കഴിവും. എന്താണ് പേരോട് ഉസ്താദ് പറഞ്ഞത്? കുത്തുബിയത്തിലെ ആദ്യത്തെ ദുആ. ഇനി പോകുന്നതോ കുത്തുബിയത്തിലെ അവസാനത്തെ ദുആയിലേക്കാണ് പോകുന്നത്. അവിടെ തന്നെ പേരോട് ഉസ്താദ് പറയുന്നുണ്ട്, കുത്തുബിയത്തിലുള്ള എല്ലാം കൂടി പറയുകയാണെങ്കിൽ ഒരു അഖീദ സമ്മേളനം മാത്രം നടത്തിയാൽ പോരാ, ഒരുപാട് ദിവസം നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ടത് പേരോട് ഉസ്താദ് വിശദീകരിക്കുകയാണ്. അത് വിശദീകരിച്ചപ്പോ കുത്തുബിയത്ത് എന്താണ്, ഖസീദ എന്താണ്, നിക്കാഹ് എന്താണ്, സിന എന്താണ് എന്ന് തിരിയാത്ത നൗഷാദ് വെറുതെ വിമർശിക്കുകയാണ്. ബൈത്തൊക്കെ കഴിഞ്ഞ് മൂപ്പര് ദുആയിലെത്തി, ഒറ്റ ചാട്ട അങ്ങോട്ട്. ഏത് ഇന്ന പുസ്തകത്ത് കഴിഞ്ഞിട്ട് പിന്നെ ദുആയിലേക്കാ ചാട്ടം. ദ്വാരക്ക് ചാടിയ പേരോട് ഉസ്താദ് വലിയൊരു അബദ്ധമാണ് ഇപ്പൊ പേരോട് ഉസ്താദ് ചെയ്തിട്ടോ. നൗഷാദ് പറയുന്ന കേട്ടാല് നിങ്ങൾക്ക് അത് മനസ്സിലാവും. പറ നൗഷാദ് മോനെ. ദുആനെ കുറിച്ച് ഉസ്താദ് പറയാണ്, തഖദ്ദമ അന്ന ദുആ ലൈസ ലിസ്വാഹിബിൽ ഖസീദ. ഈ ദുആവും സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി രചിച്ചതല്ല, ബൽ ലിസ്വാഹിബിൽ മുഖദ്ദിമ. അത് നേരത്തെ ഇലാ ഹദറത്തിയർന്ന് പറഞ്ഞല്ലോ, അതേ മഹാനാണ് പിന്നീട് ചേർത്ത് കൊടുത്തത്. എന്താണ് ബാബുസ്താദ് പറഞ്ഞത്? സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി രചിച്ച ഖസീദയിൽ പെട്ടതല്ല അവസാനത്തെ ദുആ. അത് കുത്തുബിയത്തിന്റെ രചയിതാവായ ഇബ്രാഹിം മുസ്ലിയാര്
കോർത്തിണക്കിയതാണ് എന്നാണ് ബാവസ്ഥാദ് പറഞ്ഞത്. കുത്തുബിയത്തിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇവനക്ക് കുത്തുബിയത്ത് തിരിയാത്തതിന് ബാവസ്ഥാദിന്റെ പേരില് മണ പറയാം. ദുആന്റെ കാര്യം പോയി. എവിടെ പോയി ചങ്ങാതി? നീ പഠിക്കാൻ ശ്രമിക്കുക. ഈ ദുആയിലാണ് മൂപ്പര് ഹാജറായിട്ട് ചോദിക്കുന്നത് ഏത് മുഹിയദ്ദീൻ ശൈഖ് ആണെങ്കിലും എന്നൊക്കെ പറഞ്ഞല്ലോ. അതും കൂടി പറയട്ടെ. ആള് ബാക്കി യാ വലിയല്ല വലിയ ഖുതുബിയത്തിലെ ദുആയിൽ തന്നെ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ഹഖ്ഖാ. ഇതെങ്ങനെ ശിർക്കാകുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദാണെന്ന് പറയുന്ന കാര്യം ശിർക്കാണ് എന്ന് മൗലവിമാർ വിളിക്കുന്നതിന്റെ പേരിലാണ്. ഇനി ഇതിൽ തന്നെ കാണാം അല്ലാഹുമ്മ യാ വലിയൽ ഔലിയാഇ, അല്ലാഹുവേ സർവ്വ ഔലിയാക്കളുടെയും സംരക്ഷകനായ അല്ലാഹ്. ഏത് മുഹീദ്ദീൻ ശൈഖാണെങ്കിലും, ഏത് മടവൂർ ശൈഖാണെങ്കിലും, ഏത് മമ്രത്തങ്ങളാണെങ്കിലും, ലോകത്ത് ഏത് ഔലിയാക്കൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനേക്കാൾ വലിയൊരു വലിയില്ലല്ലോ. ഏത് വലിയ ഔലിയാക്കളാണെങ്കിലും അമ്പിയാക്കളാണെങ്കിലും ഇതൊക്കെ പ്രയോഗം ഏത് മുഹിയദ്ദീൻ ശൈഖ് ആണെങ്കിലും ഏത് ബദരീങ്ങളാണെങ്കിലും. നീ അലി നൗഷാദ് പറഞ്ഞത് ഭയങ്കര തന്നെ. ഏത് ഔലിയാക്കളൊന്നും പറയാൻ പറ്റൂലോ. ഏത് അമ്പിയാക്കളായാലും ഏത് ഔലിയാക്കളായാലും അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒന്നും ഇവിടെ നടക്കൂല എന്ന് പറയാൻ പറ്റൂല. അള്ളാന്റെ സഹായം ഇല്ലെങ്കിലും ഔലിയാക്കൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന ശിർക്കൻ വിശ്വാസാണ് പുലർത്തേണ്ടതെന്നാണ് നൗഷാദ് പറയുന്നത്. അതിന് ഞങ്ങളെ കിട്ടൂല വഹാബി, നിയലി, കുരുവട്ടൂരി, നൗഷാദെ. എന്നിട്ട് ഖുതുബിയത്തിൽ പെടാത്ത ആദ്യത്തെ ദുആവും പിന്നീടുള്ള ഇന്നബുത്തോത്തും അവസാനത്തെ ദുആവും താങ്കൾ വിശദീകരിച്ചു. ഖുതുബിയത്തിൽ പെടാത്തതാണ് പേരോട് ഉസ്താദ് വിശദീകരിച്ചത്. ആരാ ഇവരോട് ഈ പൊട്ടത്തനം പറഞ്ഞത്? ഖുതുബിയത്തിലെ ആദ്യത്തെ ദുആവും അവസാനത്തെ ദുആവും ഖുതുബിയത്തിൽ പെട്ടതല്ല എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു നൗഷാദിനെ. വിവരക്കേട് പറയാ. ഖുതുബിയത്ത് തുടങ്ങുന്നത് എവിടുന്ന? അൽഹംദുലില്ലാഹി ഹംദൻ ദായിമൻ അബദാ എന്നുള്ള ചങ്ങാതി. ഖുതുബിയത്ത് തുടങ്ങുന്നത് അവിടുന്നല്ല പൊട്ടാ. സ്വദഖത്തുല്ലാഹിൽ ഖാരിയുടെ ഖസീദയാണ് അവിടുന്ന് തുടങ്ങുന്നത് പൊട്ടാ. വല്ലാത്ത പൊട്ടതല്ല പൊട്ടാ. നിന്നെ കൊണ്ട് കുടുങ്ങിയ കുറെ മൊയന്തുകൾ ഉണ്ടല്ലോ ബാക്കിലിരിക്കുന്നത്. ആ മൊയന്തുകൾക്ക് പറഞ്ഞു കൊടുത്തൂടെ? അവര് മൊയന്തുകളാ. ഈ അൽഹംദു തൊട്ടുള്ള എത്ര വരികൾ ഇത് കുൻതലിൽ ഖാദിരി മുഖ്താരി അബ്ദൻ أعطاك من قدرة ما شئت من مستطاع فأنت مقتدر في خلقه ومطاع أنت الوكيل له يا محي الدين يا محي الدين يا محي الدين يا محي الدين يا عبد القادر جيلاني. നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഇതിലുണ്ട് കേട്ടോ. ആണ്ട് ഇവന്റെ വർത്താനം കേട്ടതൊന്നും ഇല്ലാന്ന് പാരോ വന്ന് പറഞ്ഞു പോട്ടൻ. ഈ ബൈത്തൊന്നും ചൊല്ലിയില്ല, ഒറ്റ ബൈത്തും ചൊല്ലിയില്ല. ചൊല്ലില്ല എന്ന് മാത്രമല്ല, ഒറ്റ വരി വൈദ്യൻ ശൈഖ് കൊണ്ട് തവസ്സുലാക്കുന്ന ചിലതും അതിലുണ്ട്. ഓ ഇതൊരു സ്പീഡാ. പൊട്ടൻ ചങ്ങാതി. പേരോട് ഉസ്താദ് ഖസീദ വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ വന്നത്, ഖസീദ മുഴുവനും അവിടെ വെച്ച് പാടാൻ. എന്തൊരു മന്ദബുദ്ധി ചങ്ങാതി. എനിക്ക് അല്ലാഹു തആല മതി. ഇങ്ങനെ കൃത്യമായ അല്ലാഹുവിൽ ലയിക്കുന്ന തൗഹീദ്, ആ തൗഹീദ് പഠിപ്പിച്ച മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കി ചൊല്ലുന്ന പദ്യങ്ങളും കാര്യങ്ങളും, തവസ്സുലാക്കി ചൊല്ലുന്ന പദ്യങ്ങളും ഉണ്ട്. ഒരു ഔദാര്യാണ്. എവിടെ നിന്ന് നീച്ചു വരെ കാര്യം പൊട്ടൻ നൗഷാദെ. ഇനി ഔദാര്യാണെന്ന് പറഞ്ഞിട്ടൊന്നും വഷളാകാൻ നിൽക്കണ്ട. ഔദാര്യം എന്താണെന്ന് നിനക്കറിഞ്ഞൂടാ. പേരോട് ഉസ്താദ് എന്താ പറഞ്ഞത്? ബൈത്തും ദുആയും തവസ്സുലും ഇസ്തിഗാസയും എല്ലാം ഖുതുബിയത്തിലുണ്ട് എന്നാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. ഔദാര്യം എന്താണെന്നും പൊട്ടൻ അറിയില്ല. അതാണ് നേർക്ക് നേരുള്ള ഇസ്തിഗാസ. എന്താ അഖീദ സമ്മേളനാണോ? നിനക്ക് ഖുതുബിയത്ത് എന്താന്ന് അറിഞ്ഞൂടാത്തതിന്? ആരാണ് ഖുതുബിയത്ത് രചിച്ചതെന്ന് അറിഞ്ഞൂടാത്തതിന്? സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി രചിച്ചത് എന്താണെന്ന് അറിഞ്ഞൂടാത്തതിന്? അഖീദ സമ്മേളനം കുറ്റപ്പെടുത്തിയിട്ട് എന്താ ചങ്ങാതി കാര്യം? ഉസ്താദേ, അയാളെ ചെവിന്റെ കുന്നി പിടിച്ചു. നിന്റെ കുന്നി പിടിച്ച് എപ്പോഴേ പിടിച്ചു ഉസ്താദ് പുറത്തിട്ടു. എന്നിട്ടൊരു അഖീദ സമ്മേളനം നിർത്തി. ആളില്ലേ?
നല്ല ചേരുണ്ടാവും. ഈ കോലത്തിലല്ലേ പറയാ. കുത്തുബിയത്ത് എന്താണെന്നും അറിയില്ല, കുത്തുബിയത്ത് രചിച്ച ആരാന്നും അറിയില്ല, സ്വതഖത്തുല്ലാഹിൽ ഖാഹിരി രചിച്ചത് എന്താണെന്നും അറിയാത്ത നിന്നെയും കൂട്ടി അഖീദ സമ്മേളനം നടത്താൻ പറ്റൂല എന്നറിഞ്ഞുകൊണ്ടാ നിന്നെ കുന്നിക്ക് പിടിച്ച് പുറത്തിട്ട് വെല്ലുവിളിക്കുന്നു ഞാൻ സാക്ഷാൽ പേരോട് സഖാഫിയെ, ഇന്റർനാഷണൽ ദാഴിയെ. ധൈര്യമുണ്ടോ കുത്തുബിയത്തിന്റെ വരികളിൽ നേർക്ക് നേരെ ഓസുല്ലാദമിനോട് തേടുന്ന നിങ്ങൾ കടന്ന ഹിദായത്തിന്റെ വഴിയിൽ എന്നെയും കടത്തേണമേ. എല്ലാ നാശങ്ങളുമുള്ള നരകത്തിൽ നിന്ന് എനിക്ക് കാവല് നൽകണേ എന്ന് നേർക്കുനേരെ പറയുന്ന സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ ഒറിജിനൽ വരിയെ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ഞങ്ങളുടേതാണത്, ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഒന്ന് പറയാൻ ധൈര്യമുണ്ടോ? നൗഷാദേ, വെല്ലുവിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ മെല്ലെ വിളിച്ചാൽ മതി, വെല്ലുവിളിക്കണ്ട. ഈ വെല്ലുവിളി നടത്തുന്നതിന് മുമ്പേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുള്ളത് എന്താ? നീ ആദ്യം പോയിട്ട് കുത്തുബിയത്ത് എന്താണ്, ഇസ്തിഗാസ എന്താണ്, ഖസീദ എന്താണ്, കുത്തുബിയത്ത് ആരാ രചിച്ചത്, സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി രചിച്ചതിന് എന്താണ് പറയുക, ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരിക. എന്നിട്ട് പേരോട് ഉസ്താദിന്റെ പ്രസംഗം ഒന്നുകൂടി നല്ലോണം കേൾക്കുക. അതിൽ പേരോട് ഉസ്താദ് ഇസ്തിഗാസ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞിട്ടില്ല എങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വരിക. പറഞ്ഞിട്ടുള്ളതായി നിനക്കറിയില്ലെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വരിക. അപ്പൊ ഞാൻ പേരോട് ഉസ്താദിന്റെ സംസാരം കേൾപ്പിച്ചു തരും. എന്നിട്ടും നിനക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഏറ്റവും പിന്നിലിരുത്തിയിട്ട് നിന്നെ ഞാൻ പഠിപ്പിച്ചു തരും. നീ ഇപ്പം ചെയ്യേണ്ടത് പേരോട് ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ വെല്ലുവിളിക്കാതെ അവർ പറഞ്ഞത് കേട്ട് പണ്ട് പഠിച്ചതുപോലെ പഠിക്കുക. അതുവരെ ആ തലയെക്കെട്ടൊക്കെ അയച്ചു വെച്ച് നീ ചെയ്യേണ്ട ഒരു പണി നീ തന്നെ പറയുന്നുണ്ട്. അത് നമുക്ക് പിരിച്ചുവിട്ട് വല്ല പൂള കുത്താനും പോയിക്കോളൂ. അതാണ് നീ വെല്ലുവിളിക്കൊന്നല്ല വേണ്ടത്, നീ പൂള കുത്താൻ പോവുക. അതാണ് നിനക്ക് പറ്റിയ പണി. മനസ്സിലായോ? ഏതായാലും നിന്റെ പ്രസംഗം കേട്ട ഉടനെ തന്നെ സംഗതി കയ്യിൽ നിന്ന് പോയി, കൊടുത്ത പൈസയും പോയി എന്ന് മനസ്സിലാക്കി ചുവലി അബ്ദുള്ള മൗലവി പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞിട്ടുണ്ട്. സുന്നികൾ കാഫറല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് പേരോട് ഉസ്താദിനെ വഷളാക്കാൻ വേണ്ടി ശ്രമിച്ച് ഒടുവിൽ വഷളായ നൗഷാദ് ആ പാവം ചുവലിയുടെ പൈസ തിരിച്ചു കൊടുത്താൽ അത് അദ്ദേഹത്തിന് അറ്റാക്ക് ഇല്ലാതെ നിൽക്കാനുള്ള ആശ്വാസമാകും.